കണ്ണൂരിൽ മന്ത്രി വീണ ജോർജിനെതിരെ കരിങ്കൊടി കാണിച്ച കേസുമായി ബന്ധപ്പെട്ട് KSU നേതാവിന്റെ വീടിന് നേരെ ബോംബേറ്. KSU കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വടകര തോടന്നൂർ സ്വദേശിയായ ബിദുൻ ബാലന്റെ വീടിന് നേരെയാണ് ഇന്ന് പുലർച്ചെ 2:30 മണിയോടെ ആക്രമണം നടന്നത്. ബിദുൻ ബാലന്റെ വീടിന് നേരെ വലിയ രീതിയിലുള്ള ബോംബാക്രമണം ഉണ്ടായി. ബിദുൻ ബാലന്റെ അച്ഛനും ബാലട്ടനും ഭാര്യയും കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് അത് മനസ്സിലാക്കിയ ആളുകളാണ് വധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ ബോംബ് എറിഞ്ഞിട്ടുള്ളത്. തോടന്നൂരിനെ സംബന്ധിച്ചൊരു പ്രയാസമില്ലാത്തൊരു മേഖലയിലാണ്. ഏകദേശം CCTV ദൃശ്യങ്ങൾ കണ്ടാൽ ഞങ്ങൾ പോലീസിനും മറ്റും കൈമാറിയിട്ടുണ്ട്. ആളുകളെ കൃത്യമായി കാണാവുന്ന തരത്തിലാണ് ഈ ബോംബേർ നടത്തിയിട്ടുള്ളത്. പ്രദേശത്ത് കലാപമുണ്ടാക്കുക, ഇവിടെ ഉള്ള ആളുകൾക്ക് അപകടമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ബോംബാക്രമണം ഇവിടെ നടത്തിയിട്ടുള്ളത്. വീടിന്റെ മുൻവശത്ത് നിന്നാണ് ബോംബെറിഞ്ഞത്. സ്ഫോടനത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. എന്നാൽ ജനൽ ചില്ലുകൾക്കും ചുമരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഞാൻ ഭാര്യയും കിടന്നുറങ്ങിയതായിരുന്നു. ഒരു 11 മണിക്ക്. എന്നതിന് ശേഷം 2:37 സൗണ്ട് വരുന്നത്. അപ്പൊ ഞാൻ രണ്ടാളും കൂടി എഴുന്നേറ്റ് എന്നതിന് ശേഷം വാതിലൊന്നും തുറന്നിട്ടില്ല. ഭാര്യ പറഞ്ഞ് വാതിലൊന്നും തുറക്കണ്ടാന്ന്. എന്നതിന് ശേഷം FM മുനീറിനെ വിളിച്ച്, പിന്നെ CB അമീദിനെ വിളിച്ച്, PKM രവീനെ വിളിച്ച്, പിന്നെ അടുത്ത വീട്ടിലെ അബ്ദുള്ള വന്ന്, ബേക്കിലെ അമ്മദാജി എത്തി. എന്നതിന് ശേഷമാണ് വാതിൽ തുറന്നത്. എന്താണെന്ന് വെച്ചാൽ വാതിൽ തുറക്കും ഇപ്പുറത്ത് നമ്മള് വേറെയും ബോംബ് അടിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച്. അങ്ങനെയാണ് നമ്മൾ CPM-മാരാണ് ഇതിന്റെ പിന്നില്. അത് ഉറപ്പാണ്. വീടിന് ഒരു 2 ലക്ഷം 2 ലക്ഷം റുപ്യന്റെ അടുത്ത് നഷ്ടം ഉണ്ടാവും. ജാലകത്തിന്റെ ചില്ല്, പിന്നെ സംസൈഡ് ഇതെല്ലാം പൊട്ടിയത്. കണ്ണൂരിലെ പ്രതിഷേധ സംഭവവുമായി ബന്ധപ്പെട്ട് ബിദുൻ ബാലൻ അറസ്റ്റിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.